السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. عن محجن بن الأدري رضي الله عنه قال أن رسول الله صلى الله عليه وسلم دخل المسجد إذا رجل فقد قضى صلاته وهو يتشهد فقال اللهم إني أسألك يا الله بأنك الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أن تغفر لي ذنوبي إنك أنت الغفور الرحيم. فقال رسول الله صلى الله عليه وسلم قد غفر الله له قد غفر الله له قد غفر الله له رواه النسائي. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രാർത്ഥനയ്ക്ക് ദുആകൾക്ക് ഉത്തരം കിട്ടുന്ന വളരെ സവിശേഷമായ ചില സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. അതിൽ ഒന്നാണ് തശഹുദ്, അതായത് നമ്മൾ പറയുന്ന അത്തഹിയാത്തിന് ശേഷമുള്ള സ്വലാത്തിന് ശേഷമുള്ള ദുആകൾ. നമ്മൾ സാധാരണ പഠിച്ചു മനസ്സിലാക്കി വെച്ചിട്ടുള്ള ആ 2-3 ദുആകൾ കൂടാതെയും വേറെയും ഒരുപാട് ദുആകൾ നമുക്ക് ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അവയൊക്കെ ഫർള് നമസ്കാരത്തിൽ ഒരുപക്ഷെ ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കാൻ നിൽക്കുന്നതിനിടയിൽ കഴിഞ്ഞില്ലെങ്കിലും അവനവന്റെ ഒറ്റയ്ക്കുള്ള നിസ്കാരങ്ങളിലൊക്കെ ഉൾപ്പെടുത്താൻ കഴിയുന്ന വളരെ പ്രാർത്ഥിക്കാവുന്നതും പ്രതീക്ഷിക്കാവുന്നതുമായ ഒരു ദുആയാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഹദീസ് കിതാബിലെ 1300-ാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു സംഭവമാണ് ഉദ്ധരിക്കപ്പെടുന്നത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖലൽ മസ്ജിദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പ്രവേശിച്ചു. അപ്പോൾ അത് ജമാഅത്തിന്റെ നിസ്കാരമോ അല്ലെങ്കിൽ മറ്റുതര സന്ദർഭങ്ങളിലുള്ള നമസ്കാരങ്ങളോ അല്ലാത്ത ഒരു സന്ദർഭത്തിലാണ്. ഇദാ റജുലുൻ, അവിടെ ഒരു മനുഷ്യനുണ്ട്, ഖളാ സ്വലാത്തഹു, അയാളുടെ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വഹുവ യതശഹദു, അയാളാണെങ്കിലോ തശഹുദിലാണ്, തഹിയ്യാത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ നിസ്കാരത്തിനിടയിൽ അദ്ദേഹം പറയാം, ഫഖാൽ, അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, യാ അല്ലാഹ്, അല്ലാഹുവേ എന്ന് വിളിച്ചുകൊണ്ടാണ്, ബി അന്നകൽ വാഹിദുൽ അഹദ്, കാരണം നീ സർവസമ്പൂർണമായിട്ടുള്ള ഏകനാണ്, ഒരു കലർപ്പും ഇല്ലാത്ത തനിച്ച ഏകനാണ്. അസ്വമദ്, നമുക്ക് അറിയുന്ന സൂറത്തുൽ ഇഖ്ലാസിലെ പദങ്ങളാണ് ഇതൊക്കെ. അതോടുകൂടി തന്നെ ആരുടെയും ആശ്രയം വേണ്ടാത്തവൻ, നിരാശ്രയനായിട്ടുള്ള ഒരാൾ നീയാണ്. എന്നാൽ എല്ലാവർക്കും ആശ്രയവും ആവശ്യവും അവലംബവും ഒക്കെ നീയാണ്. അല്ലദീ ലം യലിദ് വലം യൂലദ്, ജനിച്ചവനോ ജനിപ്പിച്ചവനോ ഒന്നുമല്ലാത്ത അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരാളും ഇല്ല. എന്താ ചോദിക്കുന്നത്? അൻത ഗഫർലി ദുനൂബി, എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരണേ എന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അൻതൽ ഗഫൂറുർ റഹീം, നീ എല്ലാം പൊറുക്കുന്നവരും കരുണാനിധിയുമാണ്. ഇതിപ്പോ അങ്ങനെ ലഫ്ള് നമ്മൾ പഠിച്ചു വെച്ചില്ലെങ്കിൽ പോലും ഈ ആശയം വരുന്നത് നമ്മുടെ മനസ്സിലുണ്ടാകുകയും തശഹുദ് സലാം വീട്ടുന്നതിന് മുമ്പ് നമുക്കറിയാവുന്ന അല്ലാഹുമ്മ ഇന്നി അഊദു ബിക തുടങ്ങുന്ന ദുആ, അതുപോലെ തന്നെ അല്ലാഹുമ്മ ഗഫർലി തുടങ്ങുന്ന ദുആ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം തുടങ്ങുന്ന 3 ദുആ കഴിഞ്ഞ് സലാം വീട്ടാനുള്ളൂ. അപ്പോൾ ആ നേരത്തെ അല്ലാഹുവേ ഈ പറഞ്ഞ സൂറത്തുൽ ഇഖ്ലാസിലെ പദങ്ങൾ ഉപയോഗിച്ചിട്ട് പടച്ചോനെ എൻ്റെ പാപം പുറത്തു തരണേ എന്നൊരാൾ മനസ്സിൽ കരുതിയാൽ എന്തായി? ഈ ദുആയായി. അങ്ങനെ ഒരാൾ ദുആ ചെയ്താൽ എന്താ അതിൻ്റെ ഗുണം? അപ്പോൾ ഇത് കേട്ടപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? ഞാൻ പഠിപ്പിക്കാത്തൊരു ദുആ ഇവിടുന്ന് കിട്ടി, അത് സഹീഹല്ല, വഈഫാണ് എന്നൊക്കെ പറഞ്ഞു അയാൾ നിരുത്സാഹപ്പെടുത്തിയോ? ഇല്ല. എന്താ റസൂൽ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് ഗഫറല്ലാഹു ലഹു, ആ മനുഷ്യന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഒരു സാധാരണ ഇതിൽ നമ്മളൊക്കെ പറയാൻ ഒറ്റ പ്രാവശ്യം അവസാനിപ്പിക്കൂലേ? ഇല്ല, റസൂൽ എന്ത് ചെയ്തു? 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു, ഖദ് ഗഫറല്ലാഹു ലഹു, ഖദ് ഗഫറല്ലാഹു ലഹു. അപ്പം അത്രയധികം ഗാംഭീര്യമുള്ള അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് മുമ്പിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥന ഇല്ലാത്ത വിധം സവിശേഷമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും
ദുആ ചെയ്യുകയും ചെയ്യുക. അതിന്റെ സമ്പൂർണ്ണമായ ഒരു അവസാനത്തിലുണ്ടല്ലോ അത് ഗഫറല്ലാഹു ലഹു എന്നുള്ളത്, അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തമായി തീരാവുന്ന ദുആകളും ദിക്റുകളും ഔറാദുകളും പഠിക്കുകയും മനസ്സിലാക്കുകയും അവ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ള രോഗികളായ മുഴുവൻ ആളുകൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ സന്താന പരമ്പരകളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും പ്രയാസവും മാറ്റിവെച്ച് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അംബിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.